ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ വേണ്ടിയില്ല, ലാലേട്ടൻ എന്ന എപ്പിസോഡ് ഞാൻ പറയാൻ വേണ്ടിയില്ല. പലർക്കും നമസ്കാരം ഗൈസ്. ഒക്കെ ഫർസാന ആൻഡ് ഹസ്ബൻഡിനെയും കൊണ്ടാണ് ലാലേട്ടൻ ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് പോയിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ദുബായിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോകൾ ഇടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഫർസാനയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹസ്ബൻഡ് കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആദിലിൻ്റെ അടുത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി? കുഴപ്പമൊന്നുമില്ല ലാലേട്ട എന്നാണ് പറയുന്നത്. ഇതിൽ നൂറയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നൂറ എങ്ങനെയുണ്ടായിരുന്നു, ഉപദേശങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ സാബു ചേട്ടൻ വന്നിട്ട് ഒരു തുണിയൊക്കെ അകത്തേക്ക് വെക്കുന്ന കാര്യങ്ങളും ലാലേട്ടൻ കൂടി പറഞ്ഞിട്ടാണ് നൂറ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അനീഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. മോശമാണ് ക്യാപ്റ്റൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ക്യാപ്റ്റൻസിയാണ് കുഴപ്പമില്ലാണ്ട് പോയത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ വീക്കിലെ ക്യാപ്റ്റൻസിയാണ് കുഴപ്പമൊന്നുമില്ലാണ്ട്, അത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഏത് ക്യാപ്റ്റൻസിയാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആര്യൻ്റെ പേരാണ് പറയുന്നത്. ഒരു സൂപ്പറായിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു എന്നുള്ളത്. എല്ലാവരെ കൊണ്ടും ക്യാപ്റ്റൻ എങ്ങനെയുണ്ടായിരുന്നു എന്തായിരുന്നു അതും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മീൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെ ഒരു കഥ പറച്ചിലാണ് ലാലേട്ടൻ എന്നിട്ട് ഒരു കഥ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അനുസരണമായിട്ടുള്ള കഥകൾ ഇവർ പറയണം. ആദ്യം അനീഷിൻ്റെ അടുത്താണ് തുടങ്ങുന്നത്. എന്തോ ഒരു കഥയാണ് ഗൈസ്, അതെനിക്ക് ഓർമ്മയില്ല, സോറി ഗൈസ്. അപ്പോൾ ആ ഒരു കഥ അനീഷിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയിട്ട് ഈ ഒരു അനീഷിൻ്റെ അടുത്ത് തന്നെ അവസാനിക്കുന്നുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ അക്ബറിനെ കൊട്ടാൻ വേണ്ടി ഷാനവാസും എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ആര്യനാണെങ്കിലോ ബിഗ് ബോസിനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു കഥ കൊണ്ടുപോയിട്ടുള്ളത്. അനീഷിൻ്റെ ആ ഒരു കഥയിൽ ഒരു ട്വിസ്റ്റ് വരുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കഥയും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ അനുമോളും ഈ ഒരു നൂറയും ആദിലയും കൂടെ ഈ പൗഡർ റൂമിലിരുന്ന് സംസാരിക്കില്ല, അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു മൈക്കൊക്കെ ഊരി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ആൻസറുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നെവിനാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇതൊക്കെ മൈക്കൊക്കെ അഴിച്ചു വെക്കുന്നത് എങ്ങനെയുണ്ട് അഭിനയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിന്നി ഔട്ടായി പോയിരിക്കുകയാണ്. അങ്ങനെ ബിന്നി അങ്ങനെ ഔട്ടായിപ്പോയി. ലാലേട്ടനെ തന്നെ ഒരു വിഷമം പിടിച്ച ഒരു ഇതാണ് എന്നാണ് എനിക്ക് തോന്നാനുള്ളത്. അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും. ഈ ഒരു ലാലേട്ടനും ഈ ഒരു ബിന്നിയും ഇവരെ കാണണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ലാലേട്ടൻ ഞാൻ കരയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലും ആരെയാണ് മിസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഈ നെവിൻ്റെ പേരാണ് എടുത്ത് പറയുന്നത്. നെവിനാണെങ്കിൽ അവിടെ കിടന്ന് കരിയാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് കിട്ടുന്നതായിരുന്നു. ഇനി അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഇതിലും ഭയങ്കരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സാബുമേന് എന്തോ ഒരു ലോട്ടറി അടിച്ച മാതിരിയാണ് അവിടെ ഞാനോ എന്ന് നെട്ടുന്നുണ്ട്. പിന്നെ സാബുമോൻ സേവാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. വോട്ട് വളരെയധികം കമ്മിയാണ് ബിന്നിക്ക് എന്നാണ് തോന്നുന്നത്. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് നിൽക്കണം ആര് പോകണം എന്നുള്ളത്. നമ്മളായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള നമ്മളാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്.